ഹലോ ഗൈസ്, അൺപ്ലാൻഡ് ആയ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങളെപ്പോലെ തന്നെ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് എങ്ങോട്ടാണ് യാത്രയെന്ന് ഞാനും അറിഞ്ഞത്. ഹരിപ്പാട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പം നമുക്ക് കൊട്ടാരക്കര വരെ ഒന്ന് കറങ്ങി പോകാമെന്ന് മാത്രം പറഞ്ഞതേ എനിക്കറിയൂ. പക്ഷെ നമ്മൾ പോയത് നിങ്ങളിപ്പോൾ കാണുന്ന ജടായു അവിടേക്കാണ്. എൻ്റെ കസിൻസും റിലേറ്റീവ്സും ഒക്കെ ഒരുപാട് തവണ പോയി എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലമാണ്. പക്ഷെ ഞാനിപ്പം ഇതാദ്യമായിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നത് ജടായു എർത്ത് അവിടേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. 826 കുറച്ച് ഇതായിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. കയറി നോക്കാം, പറ്റില്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി ചിന്തിക്കാം. ഇവിടെ വാക്ക് വേ വഴിയാണ് നമ്മൾ കയറുന്നതെങ്കിൽ പെർ പേഴ്സണിന് 325 കേബിൾ കാർ ഓപ്ഷൻ ഉണ്ട്. അതുവഴിയാണെങ്കിൽ 550 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. മുകളിൽ നല്ല കാറ്റായതിനാൽ നമുക്ക് കേബിൾ കാർ കിട്ടിയില്ലായിരുന്നേ. കൊട ഇതിന് വേണ്ടിയിട്ട് എടുത്തതല്ലേ. ഇടയിൽ വിശ്രമ താവളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാണുന്നില്ലല്ലോ. എന്താ ഈ കൊട ഒരു ഉപകാരമായിരുന്നു. അങ്ങനെ ആദ്യത്തെ റെസ്റ്റിംഗ് ബേ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. റെസ്റ്റ് എടുത്ത് നമുക്ക് പോകാം. നീനൊക്കെ സുഖമല്ലേ? നല്ലൊരു ടൈമിലാണ് നമ്മൾ കയറിയത്. നല്ല കാം ആൻഡ് ക്വയറ്റ്, അതുപോലെ ഭയങ്കര കൂളിങ്ങും ഒക്കെ ആയിരുന്നു ആ സമയത്ത് അവിടെ. ഇപ്പോഴും ഓക്കെയാണ്. ഒരു കുഴപ്പമില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള സ്ഥലമാണെങ്കിൽ ഇത് ബാക്ക് നോക്കി നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇറക്കം കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇനി ഒരു കയറ്റം വരാനുണ്ട്. എത്തിയിരിക്കുന്നു. ഞങ്ങൾ കാണിച്ചു തരാം. കുത്തനെയുള്ള പടികളായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നൈസ് ആംബിയൻസ് ആണ്. ഇച്ചുവിന് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഇച്ചുവിനെ ഞാൻ എടുക്കണോ? നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൽ ശരിക്കും ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇരിക്കണമെന്ന് തോന്നും, പക്ഷെ നമ്മൾ ഇരിക്കരുത് അല്ലേ ചോ? ഇരിക്കണമെന്ന് തോന്നും, പക്ഷെ നമ്മൾ ഇരിക്കരുത്. ഗൈസ് ഇവിടെ ഇങ്ങനെ ഇനി എത്ര സ്റ്റെപ്പ്? മൊത്തം 826 സ്റ്റെപ്പായിരുന്നു ഉള്ളത്. അതിലിനി ബാലൻസ് എത്ര ഉണ്ട്? 456 സ്റ്റെപ്പ് മീറ്ററും കൂടെ നമുക്ക് ഇറങ്ങി. താഴെ ഒരു യു ആർ ഹെൽത്തി അതിൻ്റെ ഒരു തമ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായി ഒന്ന് ക്ഷീണിച്ചു എന്ന് എനിക്കൊരു ഡൗട്ടില്ല അതിൽ. ഇച്ചു, how was the trip? Guys, what is it? എൻ്റെ അമ്മോ, എൻ്റെ കയ്യിൽ നിന്നും കുട തട്ടിയെടുത്തിരിക്കുന്നു. ഗൈസ്, വിചാരിച്ച പോലെയല്ല ഗൈസ്. എത്തിയെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനത്തെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പല്ല, പാറയാണ്, പക്ഷെ പിടിക്കാനുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ചുമ്മാതല്ല നമ്മൾ ക്ഷീണിച്ചത്. നമ്മളിതാ ഇത്ര ഉയരത്തിലെത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഉമ്മക്കുട്ടി ഇച്ചുമായിട്ട് കയറുകയാണ്. അയ്യാ കയറു ഇച്ചോ, രക്ഷിക്കടാ അച്ഛനാ. കണ്ടോ നിങ്ങൾ? കണ്ടോ? നമ്മൾ വന്നപ്പോൾ നിർത്തി വെച്ചെന്ന് പറഞ്ഞ കേബിൾ കാറില്ലേ, ഇതാ ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമയം അല്ലാതെ എന്താ. നമ്മൾ കയറിയത് ഭയങ്കര വോർത്തായിരുന്നു. സൂപ്പർ ക്ലൈമറ്റ്, അടിപൊളി കാറ്റ്. അവനെ കാറ്റൊക്കെ കൊണ്ട്
ആറ്റെ കൊണ്ട് ആ ജഡായിനെ നോക്കി ആ ജഡായിനെ കാണിച്ചോട്ടെ ജഡായു ജഡായു മുകളിൽ അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. രാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ, അങ്ങനെ. പിന്നെ നമ്മളിതാ ഇത്ര ഉയരത്തിലാണ് നമ്മളവിടെ നിൽക്കുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് സൂം ചെയ്തിട്ടാണ് നമ്മൾ താഴേക്കുള്ള വ്യൂ നമുക്ക് കിട്ടിയത്. പിന്നെ ഇതാ അവിടെ ജഡായുമോക്ഷത്തിൻ്റെ ഒരു പിക്ചറും രാമൻ്റെ പാദം അതിൻ്റെ ഒരു സ്റ്റാച്ചു പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കയറി വന്നത് വൺ ടാസ്ക് ആയിരുന്നെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അല്ലേ. ഇത് തിരിച്ച് കേബിൾ കാർ വഴി തിരിച്ചു പോകാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പൊ ജഡായുവിന്റെ കഥ ഇതാണ്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് രാവണനും ജഡായും തമ്മിൽ യുദ്ധം ചെയ്യുകയും അങ്ങനെ ജഡായു വന്ന് വീണത് ഇവിടെയാണ്. കൂടാതെ അന്ന് ജഡായുവിന് വെള്ളം നൽകിയ കുളവും അവിടെ സംരക്ഷിക്കുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മൾ തിരിച്ചു പോകുന്ന വ്ലോഗ് എടുക്കുന്നില്ല. ഇപ്പോൾ സമയം 5:30 നമ്മൾ പെട്ടെന്ന് വരെ ഇനിയിപ്പോൾ ഇറക്കും. അതുകൊണ്ട് നമുക്കിത് അടുത്ത വീഡിയോ കാണാം. ഓക്കെ